നിങ്ങൾക്ക് നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ എത്തണോ? ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ്, നമ്മുടെ സീസൺ എക്സാമിനേഷൻസ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു സീസണിലേക്കാണ് നമ്മളെല്ലാവരും ഇനി കിടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഓൾറെഡി JEE മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, നീറ്റ്, ക്ലാറ്റ്, ദ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള CUET, ഒരുപാട് എൻട്രൻസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം നീറ്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാം, എവറി ഇയർ അറൗണ്ട് 20 lakh സ്റ്റുഡൻസോളം എഴുതുന്ന എക്സാമാണ് നീറ്റ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 720 മാർക്സിലാണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ട്, ചിലർ ഇടയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളവരുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം നീറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഒട്ടും വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. നമുക്ക് അറൗണ്ട് ഒരു 3 to 4 months നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. വളരെ സിൻസിയറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് MBBS മാത്രമല്ല, BDS ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചർ ഉണ്ട്, വെറ്റിനറി സയൻസ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഒരുപാട് സ്ട്രീമുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടഫ് എക്സാമിനേഷൻ എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കേട്ടല്ലോ. ഇപ്പോൾ അഗ്രികൾച്ചറിന് പോകേണ്ട കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ സ്റ്റിൽ ചാൻസ് ഈസ് ദർ. അതാണ് നീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ JEE കുറിച്ച് പറയുമ്പോഴും ഈ വർഷം JEE മെയിൻ സീസൺ 1 എക്സാമിനേഷൻ കഴിഞ്ഞു. വളരെ എളുപ്പമായിരുന്നു. ഫുൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ പല കുട്ടികളും നമുക്ക് കീം എൻട്രൻസ്, കേരള എൻട്രൻസ് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ എത്തണോ? NITസിലേക്കും ദെൻ IITസിലേക്കും എല്ലാം എത്തണോ? ഐസറുകളിലേക്ക് എത്തണോ? നിങ്ങൾ മസ്റ്റായിട്ട് JEE എക്സാം എഴുതണം. ഞാൻ പറഞ്ഞല്ലോ, 300 മാർക്സിനാണ് നിങ്ങൾക്ക് ഈ JEE എക്സാം. അതിൽ എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 300 ഒരു 150 സ്കോറൊക്കെ വന്നാൽ ഇറ്റ്സ് ബെസ്റ്റ് മാർക്ക്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, IITകളിൽ, NITകളിൽ എല്ലാം എത്തിപ്പെടാം. ദെൻ JEE മെയിൻ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അറൗണ്ട് എത്ര സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 20 lakh സ്റ്റുഡൻസ് എഴുതും. അതിൽ നിന്നാണ് നമ്മളൊരു 2 lakh സ്റ്റുഡൻസിനെ JEE അഡ്വാൻസ്ഡിന് വേണ്ടി എടുക്കുന്നത്. JEE അഡ്വാൻസ്ഡ് എഴുതി നിങ്ങൾക്ക് ഇന്ത്യൻ IITകളിൽ അറൗണ്ട് 16,000 സീറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ കട്ട് ഓഫ് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 25% റേഞ്ച് മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് പല ബ്രാഞ്ചുകളിലും IITസിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് JEE എക്സാം എഴുതണം, കേട്ടോ. ദെൻ കീമുണ്ട്. കേരളത്തിലും നമുക്ക് നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ആ കോളേജസിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കീം എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് എൻട്രൻസ് എക്സാമുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ദെൻ മറ്റുള്ള വർഷങ്ങളിൽ, ഇതുവരെ കഴിഞ്ഞു പോയ വർഷങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? നമുക്ക് കോവിഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി, എല്ലാം ഒരു ഓർഡിനറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ നമുക്കൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ എൻട്രൻസ് കൂടെ, CUET. എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ CUET? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. യെസ്, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോലും ഇനി ഫ്യൂച്ചറിൽ CUET എൻട്രൻസ് എഴുതേണ്ടി വരും. നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് അറിയാം, യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അറിയാം. ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അസാം യൂണിവേഴ്സിറ്റി, അങ്ങനെ നീണ്ട നിര തന്നെ കിടക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് അറിയാം, സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, അറൗണ്ട് ഒരു 3 ലക്ഷം സീറ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പല യൂണിവേഴ്സിറ്റികളിലായിട്ട്. ഈവൻ പുതുതായി വരുന്ന നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻസ് പോലും റെഗുലേറ്റ് ചെയ്യുന്നത് CUET എൻട്രൻസ് ആണ്. ഒരുപക്ഷെ നീറ്റിനും JEEക്കും നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്രയൊന്നും പ്രിപ്പറേഷൻ ആവശ്യമില്ല നമുക്ക്. എന്തിന്? CUET എൻട്രൻസിന് നിങ്ങൾ ഇന്ന് തുടങ്ങിയാൽ മതി നിങ്ങളുടെ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് അറിയാലോ, CUET എൻട്രൻസിന് 3 പേപ്പറാണല്ലോ. ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് അറിയാം ലാംഗ്വേജ് സെക്ഷനാണ്. സെക്കൻഡ് പേപ്പർ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയ സബ്ജക്റ്റ് എന്താണോ അത് പഠിക്കാൻ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റികളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവിടെ എത്താൻ നിങ്ങൾ ശ്രമിക്കണം. മൂന്നാമത്തെ പേപ്പർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പേപ്പറിൽ നിങ്ങളുടെ ജനറൽ നോളേജും മെൻ്റൽ എബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേപ്പറിന് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ CUET എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലാംഗ്വേജ് പേപ്പർ എഴുതണം, ദെൻ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് എഴുതണം, ദെൻ നിങ്ങൾ അതിനൊപ്പം തന്നെ മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ എഴുതണം. അപ്പോൾ അതുപോലെ തന്നെ ഇനിയുണ്ട് എക്സാംസ്. CUETയുടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR എക്സാം ഉണ്ട്, നെസ്റ്റ് എക്സാം ഉണ്ട്.
ചില എക്സാമുകളൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്കറിയാം UCD എക്സാം കഴിഞ്ഞു, NID കഴിഞ്ഞു, പല എക്സാമുകളും കഴിഞ്ഞു പോയി. പക്ഷേ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് അൺലിമിറ്റഡ് നമ്പർ എക്സാംസ് ആണ്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ZEPHYR ഫ്യൂച്ചർ അക്കാഡമി ഉണ്ട്. യു ക്യാൻ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.